ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് പാലട പായസം. അരി കൊണ്ടുള്ള അടയും പാലും ചേർത്ത് കുറുക്കിയെടുത്താണ് ഇത് തയ്യാറാക്കുന്നത്. വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല, ആഗ്രഹം തോന്നുമ്പോൾ തന്നെ ആസ്വദിച്ചു കുടിക്കാം പാലട പായസം. വളരെ എളുപ്പത്തിലും രുചികരമായും തയ്യാറാക്കാവുന്ന പാലട പായസത്തിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. പായസം തയ്യാറാക്കുന്നതിന് വേണ്ടി 100 ഗ്രാം അളവിൽ അരി പാലട 1.5 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുക്കണം. പ്രഷർ കുക്കറിലാണ് ഞാനിവിടെ പായസം തയ്യാറാക്കുന്നത്. വെള്ളം തിളച്ചു വരുന്ന സമയം നന്നായി കഴുകിയെടുത്ത അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിലായതുകൊണ്ട് തന്നെ പായസം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലെ കംപ്ലീറ്റ് പ്രഷറൊക്കെ മാറിയതിന് ശേഷം തുറന്നു കൊടുക്കാം. അട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1 ഗ്ലാസ് അളവിൽ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. മധുരം കുറവാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കാം. തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി കൊടുത്ത് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ അളവിലാണ് ഞാൻ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. 100 ഗ്രാം അടയ്ക്ക് 1/2 ലിറ്റർ പാലും 1.5 കപ്പ് വെള്ളവും ചേർത്താണ് ഞാനിവിടെ പായസം തയ്യാറാക്കുന്നത്. പാൽ ചേർത്ത് കഴിഞ്ഞാൽ നിർത്താതെ തുടരെ ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കി കൊടുക്കാം. പാലും അടയും കുറുകി വരുന്നതുവരെ ഇതുപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു സമയം മധുരം നോക്കി കുറവാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഗ്ലാസ് അളവിൽ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പഞ്ചസാരയും പാലും ഒക്കെ നന്നായി യോജിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. പായസം നന്നായി കുറുകി തിളച്ച് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു ചെറിയ ചീനച്ചട്ടിയിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിയുമ്പോൾ വറുത്തു മാറ്റി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം റെഡിയായി. ഇനി കൊതി തിരുവോളം കഴിച്ചോളൂ കിഡിലൻ പാലട പായസം. വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാവുന്ന പാലട പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയ റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.